ഗൗതം, ഇനി ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് അല്ലേ, കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തെ അവർ പുറത്താക്കി ഇമേജ് രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. നോക്കാം, ഇന്നത്തെ പ്രകോപനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൈകാര്യം ചെയ്യും, വീടിന് മുന്നിൽ പടക്കം പൊട്ടിക്കുക, എന്തൊരു അവസ്ഥയാണ്. എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് നോക്കാം. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പ്രകടനം നടത്തിയ ആളുടെ ബൈക്ക് കത്തിച്ചു. പ്രസന്നൻ എന്നയാളുടെ ബൈക്കാണ് കത്തിച്ചത്. കഴിഞ്ഞ ദിവസം പ്രസന്നന്റെ നേതൃത്വത്തിൽ ഇന്നലെ പ്രകടനം നടത്തിയിരുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഗൗതം സൂചിപ്പിച്ചതുപോലെ, അതായത് ആരൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമോ അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആരൊക്കെ മുന്നിലേക്ക് വരുമോ അവരെ കൂടി വെട്ടി ഒതുക്കുക എന്നുള്ള CPM-ന്റെ തനത് ശൈലി തന്നെയാണോ ഇവിടെയും പിന്തുടരുന്നത്? അപ്പം ഇതിന് ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ തുടർച്ചയായി അക്രമം നടക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ പല ഭാഗങ്ങളിലായി നടക്കുകയാണ്. എല്ലായിടത്തും CPM ആണ് പ്രതിപട്ടികയിലുള്ളത്. ആ കണ്ണൂരിൻ്റെ സമാധാന അന്തരീക്ഷം വീണ്ടും കലുഷിതമാക്കി പഴയ കണ്ണൂരിൻ്റെ ആ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോകാൻ CPM ആഗ്രഹിക്കുകയാണോ? അതിനുവേണ്ടിയാണോ ഇപ്പോൾ നടത്തുന്ന ഈ പ്രകോപനങ്ങൾ? ഗൗതം, നമുക്കറിയാം ഈ വി കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിൽ CPM നേതൃത്വത്തെ ചില്ലറയൊന്നുമല്ല വെട്ടിലാക്കിയത്. ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ പലയിടത്തും അവർ അക്രമം കൊണ്ട് തടയിടാൻ അതിനെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇതാ വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി ഇന്നലെ ഈ കരുവള്ളൂർ പ്രദേശത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തിയുടെ ബൈക്കാണ് കത്തിച്ചിരിക്കുന്നത്. പ്രസന്നൻ എന്നയാളുടെ ഇരുചക്ര വാഹനമാണ് കത്തിച്ചത്. വീടിന് മുന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി തൊട്ടപ്പുറത്തെ പറമ്പിലിട്ടാണ് അയാളുടെ ഈ ഇരുചക്ര വാഹനം കത്തിച്ചിരിക്കുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതായത് വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിന് സമീപം ഒരു പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനം നടന്നിരുന്നു. ആ പ്രകടനത്തിൻ്റെ മുൻനിരയിൽ കൈക്ക് ഒരു കൈയൊടിഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു. അയാളുടെ ബൈക്കാണ് ഇപ്പോൾ കത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഗൗതം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജില്ലയുടെ പല ഭാഗത്തും പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട്. മാത്രമല്ല, കൊലവിളി മുദ്രാവാക്യങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും CPM ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പാനൂർ പൊയിലൂർ മേഖലയിൽ അവിടെ DYFയുടെ മേഖലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ കത്തി തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് DYFക്കാർ മുദ്രാവാക്യം വിളിച്ചത്. മാത്രമല്ല, പയ്യന്നൂരിൽ MLAയുടെ തട്ടിപ്പിനെതിരെ പ്രതിഷേധിച്ച BJP പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും CPMകാർ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാളെ BJPയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് ഒരു മാർച്ച് കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ആയിരിക്കും ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വിവാദങ്ങൾക്ക് തടയിടാൻ വീണ്ടും അക്രമ സംഭവങ്ങൾ അരങ്ങേറുമോ എന്നൊരു സംശയം തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഗൗതം, എന്തായാലും ഗൗതം സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ വീണ്ടും കലുഷിതമാകണമെന്ന് ബോധപൂർവമായ ഒരു ചിന്ത അല്ലെങ്കിൽ അല്ലേ, അത്തരം ചിന്തകളുടെ ഫലമാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എന്നുള്ളതാണ്. എന്തായാലും അത് കണ്ണൂരിന്റെ സമാധാന അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവന്നത് RSS ആണ്. ശരിക്കും സർസംഘചാലക് തന്നെ ഒരു സമയത്ത് ഈ അക്രമ രാഷ്ട്രീയം പൂർണ്ണമായി നിർത്തണം, RSS അതിനോട് സഹകരിക്കാൻ തയ്യാറാണെന്നൊരു ആഹ്വാനം നടത്തിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് കാണുന്ന സമാധാനം വരുന്നത്. മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ ഡൽഹിയിലൊക്കെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇവർക്ക് ഡൽഹിയിൽ പോകാൻ പറ്റത്തില്ല, പോളിറ്റ് ബ്യൂറോയ്ക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെയാണ് ഇതൊന്നും നിന്നത്, ആയുധം താഴെ വെച്ചത് CPM. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തുടർച്ചയായി CPM അവിടെ BJPക്കാരെ മാത്രമല്ല കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നു. ഇപ്പോൾ CPMകാരെ തന്നെ സത്യം വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ആക്രമിക്കുന്നു. അപ്പോൾ പഴയ കണ്ണൂരിൻ്റെ സ്വഭാവം വീണ്ടും ഉണ്ടാക്കി വിഷയം ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ CPM അവിടെ നടത്തുന്നത്. എന്തായാലും ഈ 51 വെട്ടിന്റെ ചരിത്രമൊക്കെ ആളുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് പാർട്ടിയുടെ ചില കാര്യങ്ങൾ